സോ ഇന്നിപ്പോ ഇത് ADR എന്ന് പറയുന്നത് വളരെ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒന്നുമില്ല. നമുക്കറിയും, നമ്മളിപ്പോ ചെയ്തതും നമ്മൾ അറിഞ്ഞതുമായ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഒരു ഒരു എന്തിനാണെന്ന് നമ്മളിപ്പം അതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു, അതിന്റെ ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ആർബിട്രേഷൻ, മീഡിയേഷൻ, കൺസീലിയേഷൻ, നെഗോസിയേഷൻ, ലോക് അദാലത്ത്, ഇതൊക്കെ ഇതിന്റെ പല പല ഫോംസ് ആണ്. ആൻഡ് നമ്മൾ ഇതൊക്കെ ചെയ്തൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ടും അറിയാം. ഇതിന്റെ അകത്ത് പിന്നെ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു തരം ഒരു ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ എടുത്ത് പറയത്തക്ക. ആർബിട്രേഷന് സ്പെസിഫിക് ആയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആർബിട്രേഷൻ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഈ എല്ലാ ലോകത്തിലെ കോൺട്രാക്റ്റുകൾ, അതായത് ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ എല്ലാ ഇന്റേണൽ കോൺട്രാക്ട്സും, ഇപ്പൊ കൺസ്ട്രക്ഷന്റെ തന്നെ എടുക്കൂ, ഇന്റർനാഷണൽ വലിയ പ്രോജക്ട്സിന്റെ എല്ലാ കോൺട്രാക്ട്സില് ഒരു ക്ലോസ് ആർബിട്രേഷൻ ക്ലോസ് ആയിരിക്കും. അത് ഒരൊറ്റ എണ്ണത്തിലും ഇതുപോലെയുള്ള കമേഴ്ഷ്യൽ കോൺട്രാക്ട്സിലെല്ലാം തന്നെ അവരുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മിക്കവാറും 99%ഉം ആർബിട്രേഷൻ ക്ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ അവര് രണ്ട് പാർട്ടികൾ തമ്മിൽ, എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ, അത് ഞാൻ പറഞ്ഞ എല്ലാം ഈ ഇന്റർനാഷണൽ പ്രോജക്ട്സും വലിയ വലിയ ഇതിന്റെ അകത്തൊക്കെ തന്നെ കമേഴ്ഷ്യൽ കംപ്ലീറ്റ് ഇതിന്റെ അകത്തും ഞാൻ പറഞ്ഞ 99%ഉം അവർ ആ കോൺട്രാക്റ്റിലെ ടേംസിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ക്ലോസ് എന്ന് പറയുന്നത് ആർബിട്രേഷൻ ആയിരിക്കും. അപ്പൊ ആർബിട്രേഷൻ അവര് കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ വാട്ട് കൈൻഡ് ഓഫ് ആർബിട്രേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്, ആരായിരിക്കും ആർബിട്രേറ്റേഴ്സ്, എത്ര ആർബിട്രേറ്റേഴ്സ് ഉണ്ടാവും, ഇത് എന്തായിരിക്കും, ആ ഒരു ഇതിനെ പറ്റിയിട്ട് കോൺട്രാക്റ്റിൽ തന്നെ അവരുടെ സ്പെസിഫിക്കേഷൻസ് അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ 3 മെമ്പർ ആർബിട്രേഷൻ ആണോ, 5 മെമ്പർ ആർബിട്രേഷൻ ആണോ, അതിൽ പാർട്ടീസ് 2 മെമ്പർ ഇന്ന പാർട്ടികൾ ഇതാക്കും, 2 മെമ്പർ മറ്റേ പാർട്ടികൾ ഇതാക്കും, ഒരെണ്ണം ഈ ഒരു ഏതെങ്കിലും ഒരു ചിലപ്പം ഒരു ബോഡിയിൽ നിന്ന് ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ ഒരു ICC എന്ന് പറഞ്ഞിട്ട് കമേഴ്ഷ്യൽ കോൺട്രാക്ട്സിന്റെ ഒരു ഫേം നിന്നോ ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് എവിടെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അകത്ത് തന്നെ കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ അവര് തമ്മിലുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കോൺട്രാക്ട് ആക്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അകത്തേക്കുള്ള ക്ലോസുകൾ അതിന്റെ അകത്ത് കാണും. പിന്നെ അതനുസരിച്ചിട്ടായിരിക്കും അപ്പൊ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ള കോൺട്രാക്ച്വൽ ക്ലോസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. അതിന്റെ അകത്ത് ഗവേണിംഗ് ലോ എന്തായിരിക്കുമെന്നും അതിന്റെ പ്ലേസ് ഓഫ് വെന്യൂ ഓഫ് ആർബിട്രേഷൻ എന്താണ്, അതിന്റെ പ്ലേസ് ഓഫ് ആർബിട്രേഷൻ, അതായത് അത് ഏത് നിയമപ്രകാരം ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ കോൺട്രാക്ട്സിന്റെ നിയമം അത് പ്രകാരമുള്ളതായിരിക്കുമോ, അത് ഏതെങ്കിലും പെർട്ടിക്കുലർ കൺട്രിയുടെ നിയമങ്ങളായിരിക്കുമോ, അതിന്റെ അകത്ത് ആ കാര്യങ്ങളൊക്കെ തന്നെ ഗവേണിംഗ് ലോയിൽ ഈ കോൺട്രാക്ടിന്റെ ക്ലോസുകളിൽ തന്നെ അത് കാണും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഈ ഇന്റർനാഷണൽ ഈ ഒരു ആർബിട്രേഷൻ ഒക്കെ ക്ലോസുകൾ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കോടതി ഇല്ലാതെ വിത്തൗട്ട് ലിറ്റിഗേഷൻ ഒരു നമ്മുടെ ഒരു കൺവെൻഷണൽ സിസ്റ്റം ഓഫ് കോർട്ട് സിസ്റ്റം റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആർബിട്രേഷൻ ആണോ, മറ്റേ മീഡിയേഷൻ ആണോ, നെഗോസിയേഷൻ ആണോ, അങ്ങനെയുള്ള രീതിയിൽ കൺസീലിയേഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആ ഒരു ഇതില് പോകുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ലോകം മുഴുവൻ തന്നെ കാര്യം ഈ നമുക്കറിയാം കൺവെൻഷണൽ കോൺട്രാക്ട്സിന്റെ മറ്റേ കോർട്ട് പ്രൊസീജിയറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതൊരു പ്രൊസീജിയർ അനുസരിച്ചേ പോകത്തുള്ളൂ. എവിഡൻസ് ആക്ട് ഒക്കെ അവിടെ അപ്ലൈ ചെയ്യും. എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് ഇഷ്യൂസ്, കോടതി ഇഷ്യൂസ് ഒക്കെ ഫ്രെയിം ചെയ്ത് ആ ഇഷ്യൂസ്
ഇഷ്യൂസ്. പിന്നെ അതിൻ്റെ അകത്ത് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അതൊരു ബൈൻഡിങ് പ്രീസിഡൻസ് ആണ്. അതുകൊണ്ട് ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ഈ കമേഴ്ഷ്യൽ കോൺട്രാക്ട്സ്, പിന്നെ ലേബർ ഇത്, പിന്നെ ബാക്കി ഡിവോഴ്സ് ക്ലെയിം ആക്ഷൻസ്, ഈ പേഴ്സണൽ ഇഞ്ചുറി വരുന്ന അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഏറ്റവും നല്ലത് ഈ ഒരു ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. അപ്പൊ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഇസ് മോർ ഫീസിബിൾ. അപ്പൊ അവ നമുക്ക് ഒരു 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 അഡ്വർസറിയൽ ലിറ്റിഗേഷൻ അവിടെ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രൈം ഇതിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ക്രൈമിന്റെ ആ ഒരു പ്രൊസീജിയർ ഒന്നും തന്നെ ഇല്ല. ഒരു കൊളോബറേറ്റീവ് ആയിട്ട് രണ്ട് പാർട്ടികൾ ചേർന്നിരുന്നുകൊണ്ട് അവര് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അത് എങ്ങനെ സെറ്റിൽ ചെയ്യാം എന്ന് അവർക്കൊരു ഫ്രീഡം, പാർട്ടീസിന് ഫ്രീ ആയിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യുന്ന ഇതിനാണ് നമ്മൾ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് ഒരു കോടതിയുടെ ഒരു ചട്ടവട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് സൊല്യൂഷൻ, പ്രത്യേകിച്ചും കസ്റ്റമൈസ് ചെയ്യപ്പെട്ട ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ഇതിന്റെ അകത്ത് വരും. നമ്മളുടെ ആ പെർട്ടിക്കുലർ ഇതിന്റെ അകത്ത് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ചില അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ADR സിസ്റ്റത്തിന് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു ADRന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. That is, let us see what are the advantages of the ADR system. Firstly, it is time efficiency ആണ്. കുറച്ച് ഈ കോടതിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ട്രഡീഷണൽ ലിറ്റിഗേഷൻ പ്രോസസ് ഇവിടെ അത്രയും ടൈം ഒന്നും വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാം. പിന്നെ കുറച്ചുകൂടെ ലെസ് എക്സ്പെൻസീവ് ആണ്. കോർട്ട് പ്രൊസീജിയർ ലെങ്തി ആവുന്നിടത്തോളം കാലം തന്നെ അതിൻ്റെ അകത്ത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ്, ഈ ഒരു കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതേസമയം ADR എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പൊ പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റീസ്, കോടതിക്ക് ഇത്ര നോട്ടീസ് അയക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ADR സിസ്റ്റത്തിന്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ കോൺട്രാക്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ മറ്റേതിന് കൃത്യമായും പ്രൊസീജിയറൽ ആണ്. അല്ലെങ്കിൽ ആ പ്രൊസീജിയറൽ ഇറഗുലാരിറ്റീസിന് നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. പാർട്ടീസ് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അവരാരായിരിക്കണം ആ മീഡിയേറ്റർ എന്നോ അല്ലെങ്കിൽ ആ നെഗോഷിയേറ്റർ എന്നോ ആർബിട്രേറ്റർ എന്നോ അതിന്റെ എവിടെ വെച്ച് നടത്തണം, ഏത് നിയമപ്രകാരം നടത്തണം എന്നുള്ള കാര്യത്തിനൊക്കെ മറ്റേത് നമ്മൾ കോടതിയുടെ ജൂറിസ്ഡിക്ഷണൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തി ഇന്ന ജൂറിസ്ഡിക്ഷൻ ഇന്ന കോടതിയിലായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്, അതിന്റെ വാല്യൂ മണി വാല്യൂ എല്ലാം വെച്ചിട്ട് ജൂറിസ്ഡിക്ഷൻ മാറുന്നതും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർട്ട് ഏത് കോടതി കൊടുക്കണം. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് തീരുമാനം എടുക്കാം എവിടെ വെച്ച് നടത്തണം, എവിടെയാണ്, ആരായിരിക്കണം, എവിടെ ഏത് നിയമപ്രകാരം ചെയ്യണം, എവിടെ വെന്യൂ എന്തായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണ്. പിന്നെ അടുത്തത് കോർട്ടിന്റെ ഇതെന്ന് പറയുന്നത് അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കോടതി പ്രൊസീജിയറിന് ഇല്ല. കോൺഫിഡൻഷ്യാലിറ്റി അതേസമയം ADR പ്രൊസീഡിങ്സിന് കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ അത് പബ്ലിക് ആക്കാൻ പാടില്ല. പുറത്ത് ഇപ്പൊ ട്രേഡ് സീക്രട്സും ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കേസിൽ അവരുടെ ട്രേഡ് സീക്രട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഇപ്പൊ കോടതിയിലാവുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ADR പ്രൊസീഡിങ്സിൽ ആ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ ആൾക്കാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ADR പ്രൊസീഡിങ്സ് ആണ് നല്ലത്. മറ്റിടത്ത് രണ്ട് പാർട്ടികൾ രണ്ട് സൈഡിൽ ഇരുന്ന് വക്കീലന്മാരെ എഴുതി വിടണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഡിസ്പ്യൂട്ട് അത് കുറച്ചും കൂടെ അത്ര സീരിയസ് വൈഡൻ ചെയ്യാനാണ് സാറിന് കോർട്ട് ലിറ്റിഗേഷൻ കൊണ്ടുവരുന്നത്. ശത്രുക്കളെ പോലെ രണ്ട് പാർട്ടികളാണ്. ഇവിടെ അങ്ങനെ ഒരു ഇതിന്റെ വരുന്നില്ല. കുറച്ചുകൂടെ ഒരു റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യുന്നതിന് ADR സിസ്റ്റംസ് ഇതാണ്. പിന്നെ നമുക്ക് കോടതിയിൽ ജഡ്ജസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എല്ലാത്തിനും ഭയങ്കര എക്സ്പെർട്ടീസ് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് അല്ല, ഇതിന്റെ അകത്ത് ആർബിട്രേറ്റർ ആയിട്ട് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ എക്സ്പെർട്ടിനെ വെക്കാം. അപ്പോൾ സബ്ജക്ട് എക്സ്പെർട്ടുകളോ അല്ലെങ്കിൽ എക്സ്പെർട്ടീസോ നമുക്ക് ഇതിന്റെ അകത്ത്, കാര്യം നമ്മൾ തന്നെയാണ് ആർബിട്രേറ്റേഴ്സിനെ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെയുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഡിസൈഡ് ചെയ്യാനും നോമിനേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ADR സിസ്റ്റത്തിന് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ADR എന്ന് പറയുന്നത്.
ഈ ആർബിട്രേറ്റർ ഒരു ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാവണം നിർബന്ധമില്ല. ഒന്നും നിർബന്ധമൊന്നുമില്ല. ആർബിട്രേറ്റർ അതിന്റെ അകത്ത് പറയുന്നത്, ആക്ട് പറയുന്നത് മറ്റേ അദ്ദേഹം മറ്റേ അൺസൗണ്ട് മൈൻഡോ 18 വയസ്സിന് താഴെ ആവാൻ പാടില്ല എന്നുള്ള ഇതേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇത് ചെയ്തിട്ട് അപ്പൊ അവിടെ നമ്മൾ ആർബിട്രേറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്നതിന് അവര് ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കാറുണ്ട്. പിന്നെ ആർബിട്രേഷന് എക്സ്പെർട്ടീസ് വേണം. ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും നമ്മുടെ ഈ ഒരുപാട് എക്സ്പെർട്ടുകളെ ആർബിട്രേറ്റേഴ്സ് ആയിട്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഫോർ എക്സാമ്പിൾ, അപ്പൊ അതിന്റെ അകത്തുനിന്ന് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തികള് അതിന്റെ അകത്തൊക്കെ കൂടുതൽ അഭിപ്രായം പറയാൻ അറിയാവുന്ന ഭയങ്കര ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിനെ, അവർക്ക് ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് എക്സ്പേർട്സുകളെയൊക്കെ പിന്നെ ആർബിട്രേഷൻ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ വരാറുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പാർട്ടീസ് ആണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാർട്ടീസിന് തന്നെ അവിടെയുള്ള ഒരാളിനെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, അവർക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ആർബിട്രേറ്റർ ആയിട്ട് എനിക്ക് ഈ കാര്യത്തിനെ കുറിച്ച് വളരെ വിവരമുള്ള ഒരാളിനെ ഞാൻ നോമിനേറ്റ് ചെയ്യാം. അപ്പൊ മറ്റേ കോൺട്രാക്ച്വൽ പാർട്ടിക്കും അതുപോലെ ചെയ്യാം. അപ്പൊ അതേപോലെ നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ ഒരു ആർബിട്രേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവര്, പിന്നെ അവർക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ വളരെ കാര്യമായിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആർബിട്രേറ്റർ പ്രൊസീഡിങ്സ് ചെയ്ത് ശീലമുള്ളവര്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ഇതിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ്, സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ആർബിട്രേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം. ഓക്കെ. അപ്പൊ ജുഡീഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഭയങ്കര ജുഡീഷ്യൽ പ്രോസസ് ഒന്നും അല്ല. ഇത് ആ കോൺട്രാക്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, അതെടുത്ത് വെച്ചാൽ അതൊക്കെ നടന്നിട്ടുണ്ടോ. അപ്പൊ അതിന്റെ അകത്ത് പറയും 30 ദിവസത്തിനുള്ളിൽ നോട്ടീസ് കൊടുക്കും, ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു, അവിടെ വെച്ച് നമ്മൾ ആ ഒരു ഇത് നിന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ളത് 15 ദിവസത്തിനകം അത് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു നോട്ടീസ് അയക്കണം, അല്ലെങ്കിൽ മറ്റേത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് 15 ദിവസത്തിനകം അത് അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആ പരിശോധിച്ചതിൽ എന്താണ് അതിന്റെ റീസൺസ് എന്ത് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ആർബിട്രേഷനിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രൊസീജിയർ, അതായത് ആ കോൺട്രാക്ട്സും വലിയ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. മിക്കവാറും അങ്ങനത്തെ അല്ല, നമ്മളിപ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കേസിലൊന്നും കൊണ്ടുവന്ന് ആർബിട്രേഷൻ അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് കൂടുതലും ആ ഒരു കോൺട്രാക്ടിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ അത് ഇത് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഫാക്ച്വൽ ആണ് കൂടുതലും. ആർബിട്രേഷൻസിലൊക്കെ ഫാക്ച്വൽ ആണ് കൂടുതലും നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആർബിട്രേഷൻ തന്നെ നോക്കാം. ആർബിട്രേഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു I will explain to you what is this arbitration. Arbitration section 2 arbitration ആക്ടിൽ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു 4 കമ്പോണൻസ് ആണ്, 4 റിക്വയർമെന്റ്സ് ആണ് ഈ കൺസെപ്റ്റ് ഓഫ് ആർബിട്രേഷനിൽ വരുന്നത്. ഞാൻ എന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കോട്ടെ. ഡെഫിനിഷൻ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ദ ആക്ട് ഡിഫൈൻസ് ആർബിട്രേഷൻ ആസ് എ പ്രോസസ് വെയർ ദ പാർട്ടീസ് റിസോൾവ് ദർ ഡിസ്പ്യൂട്ട് ബൈ റെഫറിംഗ് ദം ടു വൺ ഓർ മോർ ആർബിട്രേറ്റേഴ്സ് ഹു മേക്ക് എ ബൈൻഡിങ് ഡിസിഷൻ എന്നാണ് സെക്ഷൻ 2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആർബിട്രേഷൻ വളരെ ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആർബിട്രേഷനിൽ നമുക്ക് 4 റിക്വയർമെന്റ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് ആർബിട്രേഷൻ എഗ്രിമെന്റ് ഉണ്ടാവും, പിന്നെ ഒരു എന്തായാലും ദർ മസ്റ്റ് ബി എ ഡിസ്പ്യൂട്ട്, അതുകൊണ്ടാണല്ലോ ആർബിട്രേഷൻ വന്നത്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കും. ആ ഡിസ്പ്യൂട്ട് ഒരു ആർബിട്രേറ്ററുടെ അടുത്തേക്ക് ഡിറ്റർമിനേഷനിലേക്ക് പോകുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബേസിസിൽ ഒരു അവാർഡ് വരുന്നു. ആർബിട്രൽ ഡിസിഷൻ എന്താ പറയുന്നത്? ആർബിട്രൽ അവാർഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ 4 റിക്വയർമെന്റ്സ് ഓഫ് കൺസെപ്റ്റ് ഓഫ് ആർബിട്രേഷൻ? ദർ മസ്റ്റ് ബി ആൻ ആർബിട്രേഷൻ എഗ്രിമെന്റ് which is facilitating the clause for arbitration. പിന്നെ അത് കഴിഞ്ഞ് there must be a dispute, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവണം, and it should be reference to the third party for determination, and also an arbitral award by the third party ഒരു അവാർഡ്. ഈ 4 കാര്യങ്ങൾ മെയിൻലി it forms the basis of the arbitration. ഇനി നമുക്ക് ആർബിട്രേഷന്റെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേഷൻ നോക്കാം. ആർബിട്രേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് അതിനെ പറ്റി പറയാവുന്നത് ഇറ്റ് ഇസ് കൺസെൻഷ്വൽ എന്ന് പറഞ്ഞാൽ 2 പേരുടെയും കൺസെന്റോട് കൂടി നടക്കുന്ന ഒന്നിനെയാണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺട്രാക്റ്റിൽ തന്നെ അവര് തമ്മിൽ ഒരു കമേഴ്ഷ്യൽ എഗ്രിമെന്റ് വരുമ്പോൾ അതിൽ തന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ക്ലോസ് ആയിട്ട് ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടാവും.
അപ്പൊ അത് കൺസെൻഷ്വൽ ആയിട്ട് രണ്ട് പാർട്ടിന്റെ അകത്ത് ഒരു പാർട്ടി കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇല്ല അവർക്ക് കോടതിയുടെ ഡിസിഷൻ ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കോൺട്രാക്ട് തന്നെ ആർബിട്രേഷൻ ക്ലോസ് അവർ തമ്മിൽ ഡിസഗ്രിമെന്റ് വന്നല്ലോ. അപ്പൊ അങ്ങനെ രണ്ട് പാർട്ടികൾ എഗ്രി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആർബിട്രേഷൻ വരുന്നത്. സോ ആർബിട്രേഷൻ ഇസ് കൺസെൻഷ്വൽ and it is a mutual process that requires a consent of both the parties. And നമ്മൾ ഇപ്പൊ അതിന്റെ അകത്ത് അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ആറ്റ് വിൽ ബി റെഫേർഡ് ടു ദ ആർബിട്രേഷൻ. അപ്പൊ സോ പിന്നെ അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ദ പാർട്ടീസ് കനോട്ട് യൂണിലാറ്ററലി വിഡ്രോ ഫ്രം ദ ആർബിട്രേഷൻ. അപ്പൊ വൺസ് ആ പ്രൊസീജിയർ അങ്ങനെ കോൺട്രാക്റ്റിൽ എഴുതി വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പൊ സോ ആ ക്ലാസിന്റെ ബേസിസിൽ ദാറ്റ് ഇസ് വിത്ത് ബേസ്ഡ് ഓൺ ദ കൺസെൻസ് ഓഫ് ദ ബോത്ത് ദ പാർട്ടീസ് ആൻഡ് ഒരു ഇറ്റ് വിൽ ബി റെഫേർഡ് ടു ദ ആർബിട്രേഷൻ. പിന്നെ രണ്ട് ആർബിട്രേഷൻ ന്യൂട്രൽ ആയിരിക്കും. കാര്യം രണ്ട് കൂട്ടരും നമ്മുടെ പാർട്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആരായിരിക്കണം ആർബിട്രേഷൻ ആർബിട്രേഷൻ പാനലിൽ ഒരാൾ വേണോ 3 പേര് വേണോ 5 പേര് വേണോ എന്നൊക്കെ ഉള്ളതൊക്കെ പാർട്ടീസ് ആണ് തീരുമാനിക്കുന്നത്. അവിടുത്തെ നിയമം ഏതായിരിക്കണം എന്ന് നിയമം ആപ്ലിക്കബിൾ ലോ ഏതായിരിക്കണം ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം ഇത് നടത്തേണ്ട ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഹിന്ദിയിലാണോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ലാംഗ്വേജ് തീരുമാനിക്കാം എവിടെ വെച്ച് നടത്തണം എന്ന് തീരുമാനിക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് അതേസമയം കോടതിയിലാകുമ്പോൾ നമുക്ക് അങ്ങനൊന്നും പറ്റത്തില്ല. നമുക്ക് ജൂറിസ്ഡിക്ഷന്റെ റൂൾസ് ഉണ്ട് അതനുസരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ആർബിട്രേഷനിൽ ഈ ജാതി ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എവിടെ വെന്യൂ പ്ലേസ് ഓഫ് ആർബിട്രേഷൻ എവിടെ ആയിരിക്കും അതിന്റെ വെന്യൂ ലാംഗ്വേജ് ഇതെല്ലാം തന്നെ പാർട്ടികൾക്ക് തീരുമാനമെടുക്കാം. പിന്നെ ആർബിട്രേഷൻ ഒരു കോൺഫിഡൻഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ADRന്റെ മേജർ ഇതായിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യൽ പ്രൊസീജിയർ ആണ്. അതൊരു നമ്മളെ കോടതികളിൽ നടക്കുന്നതൊക്കെ വളരെ പബ്ലിക് ആയിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഇത് ചെയ്യും ഒരു പ്രൈവസിയും ആൻഡ് റെസ്ട്രിക്ട് മറ്റേ ഒരു കോൺട്രവേഴ്സീസ് അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് വളരെ ആ ഡിസിഷൻ ആർബിട്രേറ്റേഴ്സും അവര് ഡിസിഷൻ അതിന് മാത്രമേ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകത്തില്ല. ആൻഡ് ഈവൻ ട്രേഡ് സീക്രട്സും മറ്റുമൊക്കെ അവർക്ക് പാർട്ടീസിന് വേണമെങ്കിൽ ആ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റിൽ തന്നെ പറയാം നമ്മൾ ഇത് നടക്കുമ്പോഴും ഈ പ്രൊസീജിയർ കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തണം അതിൻ്റെ അകത്ത് പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ കോൺട്രാക്റ്റിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. So that kind of flexibility is there in the arbitration. പിന്നെ അത് തന്നെ പാർട്ടീസ് ആണ് ആർബിട്രേറ്ററിനെ ചൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമുള്ള നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നവർക്ക് താല്പര്യമുള്ളവരെ ആർബിട്രേറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ 3 പേര് അപ്പം ഓരോ 2 കൂട്ടരും അവരവർക്ക് താല്പര്യമുള്ള ഓരോ വ്യക്തികളെ ചൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു വ്യക്തി ഇപ്പൊ 2 പേരുടെ ഇതാവുകയാണെങ്കിൽ പലപ്പോഴും ആ ഒരു ഡിസിഷൻ വരത്തില്ലല്ലോ. അപ്പൊ 3 മെമ്പർ ആ ഒരു തേർഡ് വൺ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും എക്സ്പെർട്ടീസ് ഉള്ളവരെ അതിൻ്റെ അകത്ത് ഒരു ആർബിട്രൽ ട്രിബ്യൂണലിലെ മൂന്നാമത്തെ മെയിൻ ഒരു ആർബിട്രേറ്റർ ആയിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ പാർട്ടീസിന് തന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നവര് 2 സൈഡിൽ നിന്നും ഓരോ ആർബിട്രേറ്റർ ആയിട്ട് വേറൊരാളെ വേണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടോ വേറെ ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ സെന്റർ അവിടെ എവിടെന്നെങ്കിലും ഒക്കെ ചേംബർ ഓഫ് കോമേഴ്സ് എന്നോ അവിടെ ആരെങ്കിലും ഒക്കെ നമുക്ക് ആർബിട്രേറ്റർ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ആർബിട്രേറ്ററിന്റെ ഡിസിഷൻ ഫൈനലാണ് ഈസി. അത് മിക്കവാറും അതിനെ അവാർഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ബോത്ത് ദ പാർട്ടീസ്. അപ്പൊ അതിൻ്റെ അകത്ത് വളരെ എളുപ്പം അത് എൻഫോഴ്സ് ചെയ്യിക്കാനും പറ്റും. കാര്യം നമ്മുടെ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിസിഷൻ ഓഫ് ദ 3 മെമ്പർ ആർബിട്രേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 മെമ്പർ ആർബിട്രേഷന്റെ ഇത് വരുന്നത് ഫൈനൽ ആയിരിക്കും. അതിന്റെ ക്ലോസുകളൊക്കെ കോൺട്രാക്റ്റിൽ തന്നെ കാണുമായിരിക്കും. പിന്നെ ആർബിട്രേറ്റർ എന്ന് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഗോപകുമാർ മിശ്ര ചോദിച്ചതുപോലെ നമുക്ക് ആരാണ് ആർബിട്രേറ്റർ എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഹീസ് ബൗണ്ട് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് മാത്രം. നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് എന്തായാലും ഫോളോ ചെയ്യണം. ആക്ട് ഇൻ എ ജസ്റ്റ് വേ ഇൻ പ്രൊവൈഡിങ് ജസ്റ്റിസ് ടു ദ പാർട്ടീസ്. അല്ലാതെ മറ്റേ 35 വയസ്സ് വേണം 10 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള നമ്മുടെ ജഡ്ജസിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. അതിൻ്റെ അകത്ത് ഹി ഷുഡ് നോട്ട് ബി എ മൈനർ ആൻഡ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ആർബിട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അസോസിയേഷൻസും അവർക്കൊരു പാനൽ ഓഫ് എക്സ്പേർട്സ് ഹു വിൽ ബി അപ്പോയിന്റഡ് ആസ് എ ഇൻഡിപെൻഡന്റ് ആർബിട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് അങ്ങനെയുള്ള ഗൈഡൻസും മറ്റും ഒക്കെ ഉണ്ട്.
പിന്നെ സെക്ഷൻ 11 ഓഫ് ദി ആർബിട്രേഷൻ കൺസീലിയേഷൻ ആക്ട് 1996 ഡീൽസ് വിത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ആർബിട്രേറ്റേഴ്സ്. സെക്ഷൻ 11 പറയുന്നത് and person of any nationality may be appointed arbitrator unless the contrary intention is expressed by the parties, and parties are free to agree on a procedure for appointment of arbitrator or arbitrators. അപ്പൊ സാധാരണ രീതിയിൽ 3 member arbitration ആണ് നോർമൽ പ്രാക്ടീസ്. അതിൻ്റെ അകത്ത് 2 member ഈച്ച് പാർട്ടി അപ്പോയിന്റ്സ് 1 arbitrators and 2 arbitrator will appoint the 3rd arbitrator. അങ്ങനെയാണ് യൂഷ്വലി നടക്കുന്നത് കേട്ടോ. ആൻഡ് സോ തേർഡ് വൺ ആണ് പ്രിസൈഡിങ് ആർബിട്രേറ്റർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെയുള്ള അസോസിയേഷൻസിലും ഓർഗനൈസേഷൻസിലും ഒക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ട്രെയിൻഡ് ആർബിട്രേറ്റേഴ്സിന്റെ ലിസ്റ്റ് കാണും. അതിൽ നിന്ന് ഒരു 3rd ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. പിന്നെ ആർബിട്രൽ അവാർഡ്. ആർബിട്രൽ അവാർഡ് അതിന്റെ ഫോർമാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് and be signed by the members of the arbitrate tribunal and എല്ലാവരുടെയും സിഗ്നേച്ചർ കമ്പൽസറി ആയിട്ടും വേണം. പിന്നെ ആർബിട്രൽ അവാർഡ് എന്നാണ്, ഡേറ്റ്, പ്ലേസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആർബിട്രൽ അവാർഡിൽ കാണും. and also so that is a formality പോലെ എന്താണ് ആ ജഡ്ജ്മെന്റ്, അത് എന്താണ് ഡിസ്പ്യൂട്ട് പോയിന്റ്, അതിൽ എന്ത് സെറ്റിൽമെന്റിലേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആർബിട്രൽ അവാർഡ് ഇതിൽ കാണും, ആർബിട്രൽ അവാർഡിൽ വരും. പിന്നെ നമുക്ക് കൈൻഡ്സ് ഓഫ് ആർബിട്രേഷൻ ഉണ്ട്. ആർബിട്രേഷൻ, അഡ്ഹോക് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ഹോക് ആർബിട്രേഷനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷനും മെയിൻലി 2 തരത്തിലാണ് ആർബിട്രേഷൻ വരിക, അഡ്ഹോക് ആർബിട്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ. Am I moving little fast? Hello? No, ma'am. Okay. You can follow, right? Yes. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ്സ് നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ് ഓർ നത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഇതാക്കിയാൽ മതി. അപ്പൊ സോ ദർ ആർ 2 kinds. So you have learned about and the arbitral award in who can be the arbitrators and what are the advantages of arbitration and what ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ADR സിസ്റ്റം, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ആർബിട്രേഷൻ. പിന്നെ ഇനി നമ്മൾ ആർബിട്രൽ അവാർഡ് ഞാൻ പറഞ്ഞു, സെക്ഷൻ 31 ആർബിട്രൽ അവാർഡ് കേട്ടോ. സെക്ഷൻ 11 അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റർ. സെക്ഷൻ 31 is speaking about arbitration award and it should be in writing and shall be signed and for the signature വേണം, reason should be given and award and arbitrator agreed on. അത് പാർട്ടികൾ തമ്മിൽ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞില്ലേ, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുമ്പോഴേക്കും അത് ഇതാക്കാതിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം എടുക്കാം. അപ്പൊ ഇനി ടൈപ്സ് ഓഫ് ആർബിട്രേഷനിൽ അഡ്ഹോക് ആർബിട്രേഷൻ. ഒരു അഡ്ഹോക് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പാർട്ടികൾ തീരുമാനിക്കുന്ന ആർബിട്രേഷനെയാണ് അഡ്ഹോക് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. And the parties are required to determine all aspects of arbitration like the number of arbitrators, manner of their appointment. ഒരു അങ്ങനെ പൂർണ്ണമായിട്ടും പാർട്ടികൾ തമ്മിൽ തീരുമാനമെടുത്ത് നടത്തുന്ന ആർബിട്രേഷനെയാണ് അഡ്ഹോക് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അഡ്ഹോക് പ്രൊസീഡിങ്സ് ക്യാൻ ബി മോർ ഫ്ലെക്സിബിൾ, ചീപ്പർ ആൻഡ് ഫാസ്റ്റർ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതൊക്കെയാണ്. ആൻഡ് പാർട്ടികൾ തമ്മിലാണ് പൂർണ്ണമായി തീരുമാനിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആർബിട്രേഷനെയാണ് അഡ്ഹോക് ആർബിട്രേഷൻ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ദർ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ പെർമനന്റ് ക്യാരക്ടർ ഇന്റർവീൻസ് ആൻഡ് അസ്യൂംസ് ദ ഫങ്ഷൻ ഓഫ് എയ്ഡിങ് ആൻഡ് അഡ്മിനിസ്ട്രിങ് ദ ആർബിട്രൽ പ്രോസസ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് ആർബിട്രേറ്റേഴ്സ് ഒരു പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവരുടെ പാനൽ അതൊന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. These institutions do not arbitrate the dispute. It is the arbitrators who arbitrate. So the term arbitration institution is അപ്പൊ അതിൻ്റെ അകത്ത് അവര് നേരിട്ടല്ല ഇത് നടത്തുന്നത്. പക്ഷെ അവര് ഈ പാർട്ടീസ് തമ്മിലുള്ള ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു മേൽനോട്ടത്തിൽ അവരുടെ ഒരു ഞാൻ പറയാം 3rd impartial arbitrator ആയിട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാളെ വിധി ചെയ്ത് അങ്ങനെ പോകുന്ന ഇതിനെയാണ് ആർബിട്രേഷൻ ഇന്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒക്കെ കീഴിൽ നടത്തുന്ന ആ ടൈപ്പ് ഇതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ അതാണ് കൂടുതലും. ആർബിട്രേഷൻ എപ്പോഴും അഡ്ഹോക് ആർബിട്രേഷനേക്കാളും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർബിട്രേഷൻ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നടക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ആർബിട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ഇന്റർനാഷണൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലെയുള്ളത്. ആൻഡ് ബിഫോർ ദാൻ ഗീവ് ആൻ എക്സ്പീരിയൻസ്ഡ് പാനൽ ഹു ഇസ് സ്കൂട്ടനൈസിങ് ഇറ്റ്. അപ്പൊ അവർക്ക് ഒരു പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇനി അതുപോലെ തന്നെ വേറെ രണ്ട് ആർബിട്രേഷനും കൂടെ ഉണ്ട്. കൈൻഡ്സ് ഓഫ് ആർബിട്രേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷനും ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷനും. സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ അതിൽ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടില് അതിൻ്റെ അകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ആർബിട്രേഷൻ ഇത് കമ്പൽസറി ആയിട്ട് പോകണമെന്ന് പറയുകയാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷന്റെ ഇതിൽ വരും. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷൻ ഒരു ടൈം ബൗണ്ട് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നടത്താനായിട്ട് ടൈം ബൗണ്ട് ആർബിട്രേഷൻ നടക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ അവരാണ് ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷൻ ഇന്ത്യയില് ഏറ്റവും ഇന്റർനാഷണൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ. സോ ദാറ്റ് ഇസ് എ ടൈം ബൗണ്ട് ആർബിട്രേഷനെയാണ് ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷൻ എന്ന് പറയുക. സോ ദിസ് ഇസ് ജനറലി അബൌട്ട് ആർബിട്രേഷൻ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ എന്തൊക്കെ നോക്കി ഈ ഒരു ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ആർബിട്രേഷൻ, കൈൻഡ്സ് ഓഫ് ആർബിട്രേഷൻ, വാട്ട് ഈസ് an arbitral award. Arbitral award is the final decision of the arbitral or arbitral tribunal resolving the dispute between the parties. അത്രേ ഉള്ളൂ. That is an arbitral award, and arbitral award is enforceable both in national and international കോടതി. അതിന്റെ എൻഫോഴ്സിബിലിറ്റി നമ്മളിപ്പോ അവാർഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാ അവാർഡും അത് കഴിഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. അപ്പൊ അത് ജനറലി ഏത് കോടതിയും അത് എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റും. ആർ എൻഫോഴ്സിബിൾ ഇൻ നാഷണൽ കോടതികളിലായാലും ഇന്റർനാഷണൽ കോടതികളിലായിരിക്കും. And award usually should be in writing, signed by the parties, and it includes a decision on the merits of the dispute, reasons for the decision, remedies or damages award, ആ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് കാണും. ദിസ് ഇസ് അബൌട്ട് ആർബിട്രൽ അവാർഡ്. പിന്നെ നമുക്ക് ലെറ്റ് us also see the effect of arbitral award. Effect of arbitral award സെക്ഷൻ 35 36 എഫക്ട് ഓഫ് ആർബിട്രൽ അവാർഡ് പറയാ. അതിൽ ആർബിട്രൽ അവാർഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് കൂട്ടർ തമ്മിൽ ആർബിട്രേഷൻ നടത്താമെന്ന് തീരുമാനിച്ചാൽ ആ ആർബിട്രൽ അവാർഡ് അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി conclusively determining the issues in dispute, and the people are the parties should follow that decision. And enforceability ഫൈനലും ബൈൻഡിങ്ങും ഒക്കെയാണ് ആർബിട്രൽ അവാർഡ്. നമ്മളിപ്പോ ആർബിട്രൽ അവാർഡ് അംഗീകരിച്ച ആർബിട്രേഷൻ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ബി accepting the arbitral award, and it is enforceable. ഞാൻ ഓൾറെഡി പറഞ്ഞു, കോടതി നാഷണൽ കോടതികളിലും ഇന്റർനാഷണൽ കോടതികളിലും ഒക്കെ അത് എൻഫോഴ്സിബിൾ ആണ്. ഓക്കെ, ആൻഡ് കോടതി എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിക്രി ആവും. ആ അവാർഡ് ആർബിട്രൽ അവാർഡ് വിൽ ലെറ്റർ when it is enforced by the court it becomes a decree. ആൻഡ് റെസ് ജുഡിക്കേറ്റ പ്രിൻസിപ്പിൾ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 11 CPC പറയുന്ന റെസ് ജുഡിക്കേറ്റ ഒരിക്കലും ഒരു ആർബിട്രൽ പ്രൊസീഡിങ്സിൽ വഴി ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും റീലിറ്റിഗേറ്റ് ചെയ്യാൻ പാടില്ല. റെസ് ജുഡിക്കേറ്റ അപ്ലൈസ് ഓവർ ഹിയർ. ആൻഡ് ഓൾസോ അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോയിൽ മാത്രമേ അപ്പീലുള്ളൂ. 3 മാസത്തിന് അപ്പീല് പോണം. അതിന്റെ അകത്ത് മെറിറ്റിലൊന്നും അപ്പീല് പോകാൻ പറ്റത്തില്ല. നോ അപ്പീൽ ഓൺ ദ മെറിറ്റ് ഓഫ് ദ ആർബിട്രൽ അവാർഡ്. അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോയിൽ മാത്രമേ അപ്പീല് പോകാൻ പറ്റത്തുള്ളൂ. അതിൽ അപ്പീൽ പവർ ലിമിറ്റഡ് ആണ്. അപ്പൊ അത് നമുക്ക് നോക്കാം അപ്പീൽ എന്താണെന്നുള്ളത്, അപ്പീൽ പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. മറ്റേ സെക്ഷൻ 34 അപ്പീൽ പ്രൊവിഷൻസ് പറയുന്നത്. അപ്പൊ അതിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് ആർബിട്രൽ അവാർഡ് ഇസ് ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ്. ഇറ്റ് ഷുഡ് ബി പറഞ്ഞത് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് എ റൈറ്റിംഗ് സൈൻഡ് ബൈ ദ ആർബിട്രേറ്റേഴ്സ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി അതിന്റെ റീസണിങ്, ജസ്റ്റിംഗ്, അതിന്റെ അവാർഡ് കോമ്പൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. പിന്നെ അത് എൻഫോഴ്സിബിൾ ആണ്, ബൈൻഡിങ് ഓഫ് ദ പാർട്ടീസ് ആണ്. അത് കോടതി വഴി എൻഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഡിഗ്രിയുടെ ഇതിലേക്ക് പോകും. റെസ് ജുഡിക്കേറ്റ് അതിന് ആപ്ലിക്കബിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോയിൽ മാത്രമേ അപ്പീൽ പോകാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഹാസ് ടു ബി ഫൈൽഡ് വിത്തിൻ 90 days ആണ്. പിന്നെ ചലഞ്ചിങ് ദ ആർബിട്രൽ അവാർഡ് സെക്ഷൻ 34 on what all grounds the arbitral award can be challenged എന്ന് പറയുന്ന സെക്ഷൻ 34 ഗ്രൗണ്ട്സ് ഫോർ ചലഞ്ചിങ് ദ ആർബിട്രൽ അവാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർബിട്രൽ അവാർഡ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 മാസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ലാക്ക് ഓഫ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, പാർട്ടിയുടെ കപ്പാസിറ്റി ഇല്ലായ്മ. പിന്നെ ഇൻവാലിഡേഷൻ ഓഫ് ദ ആർബിട്രേഷൻ എഗ്രിമെന്റ്, ആർബിട്രേഷൻ എഗ്രിമെന്റ് തന്നെ ഇൻവാലിഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ.
പിന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ നോട്ടീസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റർ ആർബിട്രൽ പ്രൊസീഡിങ്സ്. ഈ ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന ആ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഡിസ്പ്യൂട്ട് നോട്ട് ബീയിങ് കേപ്പബിൾ ഓഫ് സെറ്റിൽമെന്റ് ബൈ ആർബിട്രേഷൻ, അത് ആർബിട്രേഷൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ആണെങ്കിൽ, വയലേഷൻ ഓഫ് പബ്ലിക് പോളിസി, ഈ ഗ്രൗണ്ടുകളിലൊക്കെയാണ് ആർബിട്രേഷൻ അവാർഡ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിന്റെ മെറിറ്റ്സിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്നും തന്നെ അത് അപ്പീലബിൾ അല്ല. ഒന്ന്, അതിന്റെ പാർട്ടിക്ക് കപ്പാസിറ്റി ഇല്ല. രണ്ട്, ആർബിട്രേഷൻ എഗ്രിമെന്റിൽ ആർബിട്രേഷൻ ക്ലോസിൽ എന്തെങ്കിലും ഇൻവാലിഡ് ആയി പോയിട്ടുണ്ട്. ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്തില്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്യൂട്ടിന്റെ ഇത് തന്നെ ആർബിട്രേഷന് പറ്റാത്തത് ഒരു കാര്യമാണെങ്കിലോ, പബ്ലിക് പോളിസിക്ക് എതിരാണെങ്കിലോ, ഇത്രയും ഗ്രൗണ്ടുകളിൽ മാത്രമേ ആർബിട്രൽ അവാർഡ് നമുക്ക് അപ്പീലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, only if the parties are പിന്നെ ഇനി അടുത്ത അപ്പീൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് 3 മാസത്തിനകം അപ്പീൽ ചെയ്യണം. ചിലപ്പം കോടതിക്ക് വേണമെങ്കിൽ 30 ദിവസവും കൂടെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് കോടതി ഡിസിഷൻ ഫൈനൽ ആയിരിക്കും. പിന്നെ ഫർദർ അപ്പീലിന് പോകാൻ പറ്റില്ല. ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ 90 ഡേയ്സിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യണം. അതിന് ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഗ്രൗണ്ടിലാണ് അപ്പീൽ, അതിൻ്റെ അകത്തൊരു 30 ഡേയ്സ് എക്സ്റ്റൻഷനും കൂടെ കൊടുക്കാൻ പറ്റുന്ന ആ ഗ്രൗണ്ടുകളിൽ കോടതിക്ക് വേണമെങ്കിൽ ഒരു 30 ഡേയ്സ് എക്സ്റ്റൻഷനും കൂടെ കൊടുക്കാം. ഒരു അപ്പീൽ പിന്നെ ഫർദർ അപ്പീൽ അലൗ ചെയ്യത്തില്ല. അപ്പൊ ചില സമയത്ത് ആർബിട്രൽ അവാർഡ് ഈ അപ്പീലിന് പോകുമ്പോ ഓൾറെഡി ഡിസിഷൻ വന്നിട്ടുണ്ടല്ലോ, അതില് കോടതിക്ക് ഒരു സ്റ്റേ ചെയ്യാൻ ഡിസ്ക്രിഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ വേണമെങ്കിൽ ഡിസ്ക്രിഷൻ, എല്ലാം ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേ ആവത്തൊന്നുമില്ല. ആർബിട്രൽ അവാർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതനുസരിച്ച് പോകും. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക് സ്റ്റേ, കോടതിയുടെ ഡിസ്ക്രിഷനാണ് സ്റ്റേ കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു So this is generally about arbitral award and its enforcement. പിന്നെ എൻഫോഴ്സ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, കോടതിക്ക് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാം, അത് ഡിഗ്രി ആവും അപ്പോഴേക്കും. പിന്നെ അപ്പീൽ ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, അപ്പീൽ ഈ ഒരു ഗ്രൗണ്ടിൽ മാത്രമേ പറ്റുള്ളൂ, ഈ പറഞ്ഞ ഗ്രൗണ്ട്സിൽ മാത്രം. അപ്പൊ ക്വസ്റ്റ്യൻ ഓഫ് ലോയിൽ മാത്രമേ അപ്പീൽ പോകത്തുള്ളൂ, അല്ലാതെ മെറിറ്റ്സിലൊന്നും അപ്പീൽ പോകത്തില്ല. മെറിറ്റ്സിൽ പോയി അപ്പീൽ പോയാൽ പോലും അത് സ്റ്റേ ആവണം എന്നൊന്നുമില്ല, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. So this is about arbitral award. Is it clear? Yes, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി അടുത്തത് കൺസീലിയേഷൻ. ഈ കൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൺസീലിയേഷൻ ഒരു നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഫോർമൽ ക്യാരക്ടർ ഒന്നും ഇല്ലാത്ത കൺസീലിയേഷൻ. നമുക്ക് അതിൻ്റെ അകത്ത് ഒരു അനുരഞ്ജന ചർച്ച, ഒരു തേർഡ് പാർട്ടി ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. ആർബിട്രേഷന്റെ അപ്പീൽ പോകുന്നത് ഹൈക്കോർട്ടിലാണോ? ആർബിട്രേഷന്റെ പ്രൊവിഷൻ അനുസരിച്ച് സെക്ഷൻ 34 നിങ്ങൾക്ക് ആക്ട് കയ്യിലുണ്ടോ? ഹൈക്കോർട്ടില് ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ നാളെ ഒന്നുകൂടെ ഇതാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് ഹൈക്കോർട്ട് ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാവേ കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ നോക്കാം, ഇതാക്കണം, ആക്ട് എടുത്തിട്ട് നോക്കണം. അല്ല മാഡം, ഐ തിങ്ക് ഇറ്റ് ക്യാൻ ഗോ ടു അതർ കോർട്സ്. അപ്പീൽ സുപ്രീം കോർട്ടിലേക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അത് പറ്റും. സുപ്രീം കോടതിയിൽ അതല്ല, ഹൈക്കോർട്ട്. ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം, കൺഫേംഡ് ആയിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ, ഇതാക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇനി അടുത്തത് കൺസീലിയേഷൻ. ഞാൻ പറഞ്ഞില്ലേ, കൺസീലിയേഷൻ നമുക്ക് ഒരു വോളണ്ടറി നോൺ ബൈൻഡിങ് ADR പ്രോസസ് ആണ്. അത് പാർട്ടികൾ തമ്മിൽ തീരുമാനിക്കുന്നതാണ്. ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ആസ് എ പേഴ്സൺ ഹു ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്സ് ദ പാർട്ടി. പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് നിങ്ങൾ കൺസീലിയേഷനും ഇതിന്റെ അകത്തുള്ള ചില അതായത് കൺസീലിയേഷൻ എന്ന് പറഞ്ഞാല്
നമുക്കൊരു ഒരു പേഴ്സൺ അവർക്ക് അതൊന്നും ഒരു ഒട്ടും തന്നെ ജുഡീഷ്യൽ ക്യാരക്ടർ ഇല്ല. ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സാണ്. ഒരു ഇതായിട്ട് ജുഡീഷ്യൽ ഒരു എന്താണ് പറഞ്ഞത്, അതിനൊരു ഫോർമാറ്റും അതിന്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. പക്ഷെ കൺസീലിയേഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു തേർഡ് പാർട്ടി ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ പാർട്ടികളിലേക്ക് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക്, ഒരു മ്യൂച്വലി ആക്സെപ്റ്റബിൾ സൊല്യൂഷനിലേക്ക് അവർ തമ്മിൽ പാർട്ടികൾ ചേർന്ന് വരുന്ന ഇതിനെയാണ് നമ്മൾ കൺസീലിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസീലിയേറ്ററിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ഐഡന്റിഫൈങ് ദ ഇഷ്യൂസ്. അവർക്ക് ഇന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയിക്കുക. പാർട്ടീസിന് ഇവര് തമ്മിൽ വഴക്കൂടിയിരിക്കുന്നവർക്ക് ഇടയ്ക്കിൽ ഒരു പാസിഫയർ എന്നുള്ള നിലയിലാണ് അവർക്കൊരു ജുഡീഷ്യൽ റോളിനേക്കാളും കൂടുതലായിട്ട് ഒരു പാസിഫയർ ഇവർ രണ്ടുപേരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു അനുരഞ്ജനത്തിന്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരിക. അതാണ് കൺസീലിയേഷൻ എന്ന് പറയുന്നത്. So they are encouraging the parties to reach a settlement. So it is not it is no adversarial approach അവിടെ ഇല്ല. It is a non-adversarial approach ആണ്. റിലേഷൻഷിപ്പ് ഫോസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു അതിൻ്റെ അകത്ത് ആരാണോ ജയിച്ചത് തോറ്റത്. ഇപ്പൊ നമ്മൾ ആർബിട്രേഷനിൽ നമുക്ക് ആ ഡിസ്പ്യൂട്ടിന് ഒരു ഫൈനാലിറ്റി കൊണ്ടുവരികയാണ്. ഇന്ന ആള് പറഞ്ഞ ദിസ് ഇസ് എ റൈറ്റ് തിങ്, ദിസ് ഇസ് അങ്ങനെ ആർബിട്രൽ അവാർഡ്. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അത് പാർട്ടികൾ തമ്മിൽ അവരെ ഒരു കോംപ്രമൈസിങ് ടേംസിൽ ഇതിന്റെ ഓപ്ഷൻസ് പറഞ്ഞു കൊടുത്ത് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്ത് അവരെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് കൺസീലിയേഷൻ വരുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അകത്ത് നമുക്ക് ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്തൊക്കെ തന്നെ നമ്മൾ ഈ കോർട്ട് പ്രൊസീഡിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും മീഡിയേഷൻ പോലെ തന്നെ കൺസീലിയേഷനും ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ആർബിട്രേഷനും കൺസീലിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ ആർബിട്രേഷൻ ഒരു അഡ്ജുഡിക്കേറ്റീവ് പ്രോസസ് ആണ്. അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി വരുന്നുണ്ട്. അവിടെ ബൈൻഡിങ് നേച്ചർ ആണ്. ഒരു ഫോർമൽ പ്രൊസീജിയർ ഉണ്ട്. അതിന് ഒരു അഡ്വെർസറിയൽ നേച്ചറിലുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആർബിട്രേഷനെ പറ്റി പറയാൻ പറ്റും. പക്ഷെ അതേസമയം കൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റീവ് പ്രൊസീജിയർ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെസിലിറ്റേറ്റീവ് പ്രോസസ് ആണ്. ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി മറ്റ് പാർട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനായിട്ട് അവരെ ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളാണ് കൺസീലിയേറ്റർക്ക് വരിക. ഒരു നോൺ ബൈൻഡിങ് ആണ്. അതിന്റെ അകത്തൊരു അത് ഇത് ചെയ്യാൻ നോട്ട് ലീഗലി ബൈൻഡിങ് അല്ല. അപ്പൊ അതിന്റെ അകത്ത് ആളുകൾ വോളണ്ടറി ആയിട്ട് എഗ്രി ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഇതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് ഫോർമാലിറ്റി വളരെ കുറവാണ്. ഫ്ലെക്സിബിൾ പ്രൊസീജിയർ ആണ്. മറ്റേ ആർബിട്രേഷനുള്ള പ്രൊസീജിയർ ഒന്നും അതിന്റെ അകത്തില്ല. പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ എന്നുള്ള ഒരു റോളാണ് കൺസീലിയേറ്ററിന്റെ വരുന്നത്. അവർക്ക് രണ്ട് കൂട്ടർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു റോള്. സോ ദിസ് ഇസ് അബൌട്ട് കൺസീലിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പം പിന്നെ ഇനി നമുക്ക് മേജർ പ്രൊവിഷൻ ഓഫ് ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. അതിന്റെ അകത്ത് ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഈ കൺസിലിയേഷനും മീഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കൺസീലിയേഷനും മീഡിയേഷനും ഏകദേശം ഒരുമാതിരി പറയുകയാണെങ്കിൽ സിമിലർ ആയിട്ട് തന്നെ വരും. മീഡിയേറ്റർ ഈ കൺസീലിയേറ്റർ എന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് കൂട്ടരുടെ മീഡിയേഷൻ അങ്ങനെയല്ല. മീഡിയേഷൻ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ള ഇതാണ്. ഇവർക്കൊരു എന്താണ് പറഞ്ഞത്, നമ്മള് ടോക്കിംഗ് ടേംസിൽ അവരെ ഇങ്ങനെ ഒരുമിച്ച് അല്ല മീഡിയേറ്റർക്ക് ഇപ്പൊ അവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി അതിനേക്കാളും കൂടുതലായിട്ട് ആ സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള നിലയിലാണ് മീഡിയേഷന്റെ ഇത് വരുന്നത്. അതിന്റെ അകത്ത് ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ മറ്റേടത്ത് അതിന്റെ അകത്ത് ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ കൺസീലിയേറ്ററിന് പറയുപോലും വേണ്ട ഇന്നൊക്കെയാണ് അതിന്റെ അകത്തുള്ള സൊല്യൂഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വേണ്ടില്ല. അവര് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ഇവർ തമ്മിലുള്ള വഴക്കുകൾ അവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഈ കൺസീലിയേഷനിൽ വരുന്നത്. അപ്പൊ മീഡിയേഷനിൽ നമുക്ക് അവിടെ മീഡിയേറ്ററിന്റെ റോള്, മീഡിയേറ്ററിൽ അവർക്ക് തമ്മിൽ അവര് ഒരു രണ്ട് പ്രോബ്ലത്തിന് ഒരു മെയിൻ ആയിട്ട് ഒരു സൊല്യൂഷൻ പറയാ മീഡിയേറ്റർ. ആ സൊല്യൂഷൻ രണ്ട് പാർട്ടികളെ എഗ്രി ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് മീഡിയേറ്ററിൽ. മറ്റേടത്ത് തന്നെ ആ ഒരു പാർട്ടികളെ ഇതിലേക്ക് ഒരു മീഡിയേഷനിലേക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന റോളാണ് കൂടുതൽ കൺസീലിയേറ്റർക്ക് വരിക.
പിന്നെ ഫൈനലി അയാൾ ആ റോൾ ആക്ട് ചെയ്യുമ്പോഴേക്കും മീഡിയേറ്ററും അത് രണ്ടും കൂടെ ഓവർലാപ്പിംഗ് ആയിട്ട് വരും. ഞാൻ അതിന്റെ ഡിഫറൻസ് ഞാൻ ഇവിടെ പലരും എഴുതിയ ഞാനിത് ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ടും അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. മിസ് പറഞ്ഞെന്ന് വെച്ചാൽ കൺസിലിയേറ്ററിൽ മീഡിയേഷൻ നമ്മുടെ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ മീഡിയേറ്റർ ഒരു ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യും. കൺസിലിയേറ്ററിന്റെ റോൾ എന്താ ചോദിച്ചാൽ യു ഹാവ് ടു ഡേറ്റ് ഹീസ് എ ഫെസിലിറ്റേറ്റർ. മനസ്സിലായില്ലേ? ഫെസിലിറ്റേറ്റർ ആണ് ഒരു ഡിസ്പ്യൂട്ടിന്റെ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു ഫെസിലിറ്റേറ്റീവ് പ്രോസസ് ആണ് കൺസീലിയേഷൻ. ഫെസിലിറ്റേറ്റീവ് ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി അസിസ്റ്റ് ദ പാർട്ടീസ് ഇൻ റീച്ചിങ് എ മ്യൂച്വലി അക്സെപ്റ്റബിൾ റെസൊല്യൂഷൻ. ഒരു തേർഡ് പാർട്ടി ഒരു രണ്ടു കൂട്ടർ പെടാത്ത ഒരു തേർഡ് പാർട്ടി ഒരു ഫെസിലിറ്റേറ്റ് ഒരു ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയേഷൻ ആൻഡ് എക്സ്റ്റേണൽ പേഴ്സൺ ന്യൂട്രൽ ടു ദ ഡിസ്പ്യൂട്ട് വർക്ക്സ് വിത്ത് ദ പാർട്ടീസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ വിച്ച് ഇസ് അക്സെപ്റ്റബിൾ ടു ഓൾ ഓഫ് ദം. മനസ്സിലായോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എനിക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് കൺസിലേഷന് പോകണോ മീഡിയേഷന് പോകണോ എന്നുള്ളത് ആ പാർട്ടി എങ്ങനെ ചൂസ് ചെയ്യണം? അതിന്റെ അകത്ത് ഈ ഡിസ്പ്യൂട്ട് അത് നമ്മുടെ ഇതിന്റെ അകത്ത് ഇപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ അത് മീഡിയേഷൻ ആണോ കൺസീലിയേഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് കോൺട്രാക്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ എഴുതാം. ആർബിട്രേഷൻ ആണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിന്റെ അകത്ത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ അകത്ത് ചില ക്ലോസുകളിൽ ചില അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും അത് ഡിസ്പ്യൂട്ട് വരുമ്പോ നേച്ചർ ഓഫ് ദ ഡിസ്പ്യൂട്ട് അനുസരിച്ച് മീഡിയേഷൻ വേണോ അല്ലെങ്കിൽ ആർബിട്രേഷൻ വേണോ കൺസീലിയേഷൻ. ചിലത് മീഡിയേഷൻ ആയിരിക്കും വരുന്നത്. അവരുടെ തന്നെ ആ രണ്ട് കൂട്ടരും ഇത് ചെയ്യുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിന്റെ കീഴിലാണെങ്കിൽ അവരുടെ ഒരു മീഡിയേഷന്റെ ഹെൽപ്പോട് കൂടി ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നു പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായോ? അല്ല ടീച്ചർ, ഈ ആർബിട്രേഷന് മാത്രം പോരെ ഒരു കോൺട്രാക്ട്? ഇപ്പൊ കൺസിലേഷൻ എല്ലാത്തിലും കോൺട്രാക്റ്റിൽ ക്ലോസ് വരും. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ക്ലോസ് ഇല്ലാതെ ഒരു കോൺട്രാക്റ്റും പോവില്ല. അല്ല മിസ്, ആർബിട്രേഷൻ മാത്രം എഗ്രിമെന്റ് പോരെ? മീഡിയേഷനും ഒക്കെ എഗ്രിമെന്റ് വേണം. ഓക്കെ മിസ്, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പം ആർബിട്രേഷൻ എന്ന് വെച്ചാൽ എഗ്രിമെന്റ് കമ്പൽസറി അല്ലേ? മീഡിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അകത്ത് എഴുതിയിട്ട് കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഇല്ലാതെ ഒരു കോൺട്രാക്ട് വാലിഡ് ആവുമോ? മീഡിയേഷൻ ഇസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ആൻ എഗ്രിമെന്റ്. എല്ലാത്തിനും എഗ്രിമെന്റ് വേണം. മിസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഇപ്പൊ ആർബിട്രേഷൻ ഒരു കോൺട്രാക്ട് ഒരു ക്ലോസ് പറയാണ്, ഇപ്പൊ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആർബിട്രേഷൻ എഗ്രിമെന്റ് ആർബിട്രൽ ട്രിബ്യൂണലിന് മുന്നേ പോകും. അതും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്പ്യൂട്ട് അറൈസ് അതൊക്കെ നിങ്ങൾ പറയണ വലിയ വലിയ കോൺട്രാക്റ്റുകളാണ്. നമ്മൾ ചെറിയ ചെറിയ കോൺട്രാക്ട്സിൽ തന്നെ നമ്മൾ എഴുതി വെക്കുമ്പോ പ്രത്യേകിച്ച് മറ്റേ ലേബർ ഇതിന്റെ അകത്ത് ബാക്കിയുള്ള അല്ലെങ്കിൽ നമ്മുടെ കമേഴ്ഷ്യൽ കോൺട്രാക്ട്സിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് മറ്റേ രണ്ടു കൂട്ടർക്കും ഇത് ചെയ്യുന്ന ഒരു മീഡിയേഷനിലേക്ക് ഇതുവഴി ഡിസ്പ്യൂട്ട് റിസോൾവ് ഇൻ കേസ് മീഡിയേഷനിൽ അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ കോടതിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ ക്ലോസ് എല്ലാ കോൺട്രാക്റ്റിലും ഉണ്ടാവും. ഓക്കെ മാം, ഓക്കെ മാം. ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മീഡിയേഷൻ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തു. ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തിട്ട് നമ്മൾ മീഡിയേഷനിൽ പോയിട്ട് അവസാനം അത് ബൈൻഡിങ് അല്ലല്ലോ മീഡിയേഷന്റെ ഫൈനൽ ബൈൻഡിങ് അത് റെഡ്യൂസ് ഇൻ റൈറ്റിംഗ് ചെയ്യുമ്പോഴല്ലേ ബൈൻഡിങ് ആവത്തുള്ളൂ. അതെ അത് അതിന്റെ അകത്ത് ബേസ് കോൺട്രാക്റ്റിൽ തന്നെ അതിന്റെ ക്ലോസ് കാണും. കോൺട്രാക്റ്റിൽ തന്നെ ക്ലോസ് കാണും. അപ്പൊ നമ്മളിപ്പോ സാധാരണ എല്ലാ കോൺട്രാക്റ്റിലും നമുക്ക് പിടിച്ച് 3 മെമ്പർ ആർബിട്രേഷൻ വെച്ചാൽ നമ്മള് മറ്റേ കുത്തുവാള എടുത്തു. നല്ല കാശാവും ആർബിട്രേഷൻ ഒക്കെ. ഈ ആർബിട്രേഷൻ അത്ര വലിയ പൈസ കുറവൊന്നും അല്ല കേട്ടോ. അത് ഓർണമെന്റൽ സംഭവമാണ് ആർബിട്രേഷൻ. കുറച്ച് ഓർണമെന്റൽ ആണ്. മീഡിയേഷനിൽ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാല് if it is to be binding, it has to be reduced to writing, no, between parties. അതെ. പിന്നെ അതിന്റെ അകത്ത് അപ്പൊ എന്താ യൂഷ്വലി കോൺട്രാക്ട്സിൽ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ പറയും ഇന്ന അതോറിറ്റിയുടെ കീഴിൽ നമ്മളൊരു മീഡിയേഷന് ശ്രമിക്കുക. എന്നിട്ടും സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില കോൺട്രാക്ട്സിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അതാത് മറ്റേ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിലായിരിക്കും അടുത്ത ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് പറയുക കേട്ടോ. അപ്പൊ ആദ്യം അവര് കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും തമ്മിൽ ഈ ഒരു മീഡിയേഷൻ വഴി ഇതിലൊരു സെറ്റിൽമെന്റിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ടുള്ളതിൽ ചിലപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത്ര മീഡിയേറ്റേഴ്സ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. മാഡം, മീഡിയേഷൻ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടോ? അതായത് ഇത് ഇതിനകത്ത് ആക്ടിൽ പറയുന്നതല്ലേ ഇത് മീഡിയേഷന്, പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇപ്പൊ അതിന്റെ അമെന്റ്മെന്റും കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്.
അല്ല ടീച്ചർ, എനിക്കൊരു ഡൗട്ട്. ടീച്ചർ ഇപ്പൊ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ലോകദാലത്ത് നമ്മുടെ കോളേജിൽ നടത്തിയപ്പം അവിടെ വന്ന ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് തമ്മിൽ ഒന്നും ഒരു കോൺട്രാക്ട് ഇല്ലാത്തവരാണല്ലോ. അവര് കൺസെൻസസ് ആയിരുന്നു, അവര് കൺസെൻഷ്വൽ ആയിട്ട് ഇതിൽ വന്നതല്ലേ. അതെ അതെ. നമുക്ക് അവരെ വിളിച്ചെടുത്തി കൊണ്ടുവരാൻ പറ്റുമോ? അവര് വന്നോണ്ട് അവര് കൺസെൻഷ്വൽ ആയിട്ട് അവര് വന്നത് കൊണ്ട് നടന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞ ADR ഇസ് എ കൺസെൻഷ്വൽ പ്രോസസ് എന്ന് പറഞ്ഞ. അല്ല അപ്പൊ ഒരു ഡിസ്പ്യൂട്ടിന് മുമ്പ് ഒരു ഫോർമൽ കോൺട്രാക്ട് വേണമെന്ന് നിർബന്ധമില്ല. ഇല്ല, വേണ്ട. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ എപ്പോഴും അടി എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ ബേസിസിലൊക്കെ വരുന്ന ആ ഒരു സെറ്റപ്പാണ് പറഞ്ഞത്. അല്ലാത്തതിൽ നമ്മൾ കോൺസെൻസ് നമ്മൾ അപ്പോഴും അവിടെ കൺസെന്റിങ് ആവുന്നു, നമ്മൾ പറയുന്നു. ഇവിടെ ഇപ്പൊ അതല്ലേ ഈ വില്ലേജ് പഞ്ചായത്തിലും ഒക്കെ സ്മോൾ ഡിസ്പ്യൂട്ട്സ് ഒക്കെ മീഡിയേഷൻ വഴി. പക്ഷെ ആർബിട്രേഷൻ ഒരു കോൺട്രാക്ട് നെസസറി ആണ് അല്ലേ? അതെ 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 അതെ. ആർബിട്രേഷൻ ക്ലോസ് ഒക്കെ കോൺട്രാക്ച്വൽ ആണ്. എത്രയോ എല്ലാ തരം കോൺട്രാക്റ്റിലും നമുക്കൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ക്ലോസ് കാണൂലേ? അതില്ലാതെ ഏതെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആണോ? അല്ല. നമ്മൾ എങ്ങനെ ഇതിന്റെ അകത്ത് ഈ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കൊണ്ടുവെക്കാൻ തന്നെ അവന്റെ അടുത്ത് കോൺട്രാക്ട് എഴുതിയാൽ നമ്മളൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ക്ലോസ് വെക്കും. പക്ഷെ അങ്ങനെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ക്ലോസ് വിട്ടുപോയാലോ, മറന്നുപോയാലോ നമ്മള്? അത് ചെയ്യണം, എങ്കിലും അത് വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ. അല്ല പിന്നെ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു എൻഫോഴ്സ്മെന്റ് ഇത് വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ലോക്കൽ കോടതിയിലോട്ട് പോകും. ഡിഫോൾട്ട് പ്രൊസീജിയർ എപ്പോഴും ലോക്കൽ കോർട്ട് തന്നെ. പക്ഷെ അങ്ങനെ കോൺട്രാക്റ്റിൽ ആ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഇടാൻ വിട്ടുപോയിട്ട് രണ്ട് പാർട്ടിയും കൂടി തീരുമാനിക്കുകയാണ് പുതിയൊരു എഗ്രിമെന്റ് നമുക്ക് പുതിയ എഗ്രിമെന്റ് കൊണ്ടുവരാം. അവര് ഇതിനു വേണ്ടി മാത്രം ഒരു ഇത് വരും. അതാണ് പറഞ്ഞത്, ഈ മീഡിയേഷനും അത് ഇതുമൊക്കെ വീണ്ടും സബ്സിക്വന്റ് എഗ്രിമെന്റ് വേണ്ടി വരും. സബ്സിക്വന്റ് എഗ്രിമെന്റ് അവര് തമ്മിൽ വേണ്ടി വരും. മനസ്സിലായില്ലേ? പാർട്ടീസ് സബ്സിക്വന്റ് എഗ്രിമെന്റ് വേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഡിഫോൾട്ട് നമ്മൾ എപ്പോഴും കോടതിയിലാ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അപ്പൊ അത് ഇതിന്റെയൊക്കെ ബേസിസിൽ അപ്പൊ നിങ്ങൾ അതൊരു കൺസീലിയേഷൻ ഒക്കെ യൂഷ്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസീലിയേറ്ററിന്റെ ഇതില് മറ്റേ നമ്മൾ എഴുതാറുണ്ട്. ഞാൻ എത്രയോ കോൺട്രാക്ട്സ് നമ്മള് കോൺട്രാക്ട് എഗ്രിമെന്റ് കൺസിഡർ ചെയ്യാൻ നേരം നമ്മൾ ഈ ക്ലോസ് വെക്കാറുണ്ട്. അപ്പൊ മീഡിയേഷനിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്പ്യൂട്ട് ഇതിലേക്ക് പോകും. അല്ല എന്നാലും അവർ പിന്നെ അവിടെയും ഒരു എത്താത്ത സാഹചര്യത്തിൽ ഇതായിരിക്കും അതിന്റെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കോൺട്രാക്ടർ യൂഷ്വലി അത് ഇത് ചെയ്യുന്നത്, വേർഡ്സ് കൺസ്ട്രൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് മാർക്കോ പോണോന്ന് പറഞ്ഞു. ഇപ്പൊ 54 അവര് പോയോ? ഫുഡ് കഴിക്കാൻ പോണോന്നുള്ള പിള്ളേരുണ്ടായിരുന്നല്ലോ. കുറച്ചുപേര് പോയി മാഡം. ഓക്കെ. അപ്പൊ മീഡിയേഷൻ ഒക്കെ നമുക്കിപ്പോ എന്താണ് പറഞ്ഞത്, ഒരു ടീത്ത് ആണ്. നമുക്ക് മറ്റേനെ പോലത്തെ ഒരു അഡ്ജുഡിക്കേറ്റീവ് ഇതില്ലാത്തൊരു ഇതിനെയാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു നെഗോസിയേഷൻ ആണ്. മീഡിയേഷനിൽ ആക്ച്വലി ഒരു നെഗോസിയേഷൻ ആണ് നടക്കുന്നത് വിത്ത് അസിസ്റ്റൻസ് ഓഫ് എ തേർഡ് പാർട്ടി. അത് ആർബിട്രേറ്ററിനെ ജഡ്ജിനെ ഒക്കെ പോലെ ഒരു ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ലാത്ത ആളിനാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയേഷനിലും ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് തന്നെയാണ് നടക്കുന്നത്. അവിടെ അവരൊരു സൊല്യൂഷൻ പോലെ സജസ്റ്റ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ആക്കാതിരിക്കാം, അല്ല അവർക്ക് അത് ബൈൻഡിങ് ആക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. പക്ഷെ ഇവർ രണ്ട് കൂട്ടരും അല്ലാത്തൊരു മൂന്നാമതൊരു വ്യക്തി അതിങ്ങനെയാണ്, ഇതാണ് അതിന്റെ നിയമം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങേര് പറഞ്ഞു തരുന്ന സജഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അത്രേ ഉള്ളൂ മീഡിയേഷൻ. പിന്നെ അതിന്റെ അകത്ത് വില്ലേജ് പഞ്ചായത്തിലും ന്യായ പഞ്ചായത്തിലും പണ്ടത്തെ നമ്മുടെ പഞ്ചായത്ത് അതെല്ലാം തന്നെ ഈ മീഡിയേഷൻ ആണ് അവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. Negotiation is between parties only, madam. No third party. അതെ. നെഗോസിയേഷൻ ഒരു എന്താണ് പറഞ്ഞത്, ഒരു തേർഡ് നെഗോസിയേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുക, ഒരു നോൺ ബൈൻഡിങ് ആണ്. അതും ഇതിന്റെ അകത്ത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യുക. ഇതെല്ലാം ഏകദേശം ഓവർലാപ്പിംഗ് ആയിട്ട് വരും. ഇതിന്റെ അകത്ത് ആർബിട്രേഷൻ മാത്രമേ ഉള്ളൂ ഒരു അഡ്ജുഡിക്കേറ്ററി ഇതാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൺസീലിയേഷനില് നെഗോസിയേഷനിലും എന്താണ് പറഞ്ഞത്, ഒരു കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഒരു രണ്ടുപേര് തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു തീർത്ത് അങ്ങനെ ഇതാക്കി തീർക്കാനുള്ളത് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അവിടെ ഒന്നും തന്നെ ഒരു ജുഡീഷ്യൽ ഇതൊന്നും ഉള്ളതല്ല. ഈ മീഡിയേഷൻ ആയാലും നെഗോസിയേഷൻ ആയാലും അതിൻ്റെ അകത്തൊന്നും തന്നെ ആ ഒരു സെറ്റപ്പ് വരുന്നില്ല. പിന്നെ ബാക്കിയുള്ള എന്നാലും ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി ഇടപെട്ട് അവരെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരുന്നു.
ഇതിൽ ഓരോന്നിന്റെ വാക്കുകൾ കേട്ട തന്നെ ഈ മറ്റേ കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം അല്ലേ? നെഗോസിയേഷന്റെ മലയാളം എന്താ വരും? ഹലോ, സംഭാഷണം. 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 അത് ഉദയകക്ഷി സംഭാഷണമാണ്. ഉഭയകക്ഷി സംഭാഷണം. അതെ, ഇവരെയൊക്കെ എന്തായാലും ഒരു ഡിസ്പ്യൂട്ടിൽ നമ്മൾ ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പിന്നെ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയേഷൻ ആണ് കുറച്ച് ഈ ഒരു ബാക്കിയുള്ള ഒരാൾ തേർഡ് പാർട്ടി ഇതിന്റെ അകത്തൊരു സൊല്യൂഷൻ പറയുന്നു. ആ സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായം പോലെ അവരൊരു സൊല്യൂഷനിലേക്ക് എത്തുക. കാരണം രണ്ട് കൺസീലിയേഷനിൽ അവരെ ആ ഒരു ഫെസിലിറ്റി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി, അതായത് രണ്ടുപേര് തമ്മിൽ നല്ല ഇതുള്ള ഇത് വരുമ്പോഴേക്കും അവരെ ഒരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് കൺസിലിയേഷൻ എന്നുള്ളത്. നെഗോസിയേഷന് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പിംഗ് ആയിട്ട് മീനിങ് വരും. ഇതിന്റെ അകത്ത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ബാക്കിങ് സെറ്റപ്പും ഒക്കെ ഉള്ളത് ആർബിട്രേഷൻ തന്നെയാണ്. ആർബിട്രേഷൻ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കോടതി വിധികൾ പോലെ തന്നെ ആർബിട്രൽ അവാർഡും അതിന്റെ അകത്തൊരു പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ. ഓക്കെ, പിന്നെ പിന്നെ ഇനി അടുത്ത ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ് 1987 ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് നമ്മുടെ ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതും മറ്റുമൊക്കെ ഈ ആക്ട് അനുസരിച്ചിട്ടാണ്. സെക്ഷൻ 19, 20, 21 and 22 ഓഫ് ദ ആക്ട് ഡീൽസ് വിത്ത് ലോക അദാലത്ത്. ആ ഒരു ഏതൊക്കെ കേസുകൾ ലോക അദാലത്തിന്റെ കൺസിഡറേഷനിലേക്ക് വിടാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു കോടതി ഡിസിഷനും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇനി അതിൻ്റെ അകത്ത് പറയാനുള്ളത് ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആർബിട്രൽ അവാർഡ്, അതിൻ്റെ അകത്തുള്ള അതിന്റെ കൺസീലിയേഷൻ എന്താണ്, ആർബിട്രേഷൻ കൺസീലിയേഷൻ ആക്ടിന്റെ മറ്റ് പ്രൊവിഷൻസിനെ പറ്റി പറഞ്ഞാണ്. ഡെഫിനിഷൻ ഓഫ് ആർബിട്രേഷൻ ഇസ് ഗിവൺ ഇൻ സെക്ഷൻ 2. അപ്പോയിന്റ്മെന്റ് ഓഫ് ആർബിട്രേറ്റേഴ്സ് ഇൻ സെക്ഷൻ 10 to 15 പറയുന്നത്. ആർബിട്രൽ ട്രിബ്യൂണൽസ് ജൂറിസ്ഡിക്ഷൻ സെക്ഷൻ 16 പറയുന്നത്. എങ്ങനെയാണ് ആർബിട്രൽ പ്രൊസീഡിങ്സിന്റെ കോണ്ടാക്ടിനെ പറ്റി സെക്ഷൻ 18 to 27 പറയുന്നുണ്ട്. സെക്ഷൻ 9 ഇന്ററിം മെഷേഴ്സ്, കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഇന്ററിം ഓർഡേഴ്സിന് വേണമെങ്കിൽ അതിനെപ്പറ്റി സെക്ഷൻ 9 പറയുന്നുണ്ട്. എങ്ങനെയാ ആർബിട്രൽ അവാർഡ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് സെക്ഷൻ 34. എൻഫോഴ്സ്മെന്റ് ഓഫ് ആർബിട്രൽ അവാർഡ്, പിന്നെ അപ്പീൽസ് സെക്ഷൻ 37. ഇതൊക്കെയാണ് മേജർ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്ത് കൺസീലിയേഷന്റെ ഡെഫിനിഷൻ ഓഫ് കൺസീലിയേഷൻ ഇസ് ഗിവൺ ഇൻ സെക്ഷൻ 2. അപ്പോയിന്റ്മെന്റ് ഓഫ് കൺസീലിയേറ്റേഴ്സ് സെക്ഷൻ 61 to 64. കൺസീലിയേഷൻ പ്രൊസീഡിങ്സിനെ പറ്റി സെക്ഷൻ 65 to 81 ഓഫ് ദ ആക്ട് ആണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ സെറ്റിൽമെന്റ് എഗ്രിമെന്റ്, കൺസീലിയേഷൻ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സെക്ഷൻ 74 പിന്നെ എൻഫോഴ്സിബിലിറ്റി ഓഫ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് സെക്ഷൻ 74 വരുന്നുണ്ട്. termination of conciliation proceedings section 32, effect of settlement on legal proceedings section 74. ഇതൊക്കെയാണ് ഈ ആക്ടിലുള്ള മെയിൻ പ്രൊവിഷൻസ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഈ ആക്ടിനെ കുറിച്ചും അതിന്റെ അമെന്റ്മെന്റും ഇപ്പൊ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് ഇതിന്റെ നോക്കി. ജനറലി അത്രയൊക്കെ കൂടുതൽ ഇനി പരീക്ഷയ്ക്കൊന്നും ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ ടെസ്റ്റ് പേപ്പറിന് ഞാൻ പറഞ്ഞതുപോലെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ADR, വാട്ട് ഇസ് ആർബിട്രൽ ട്രിബ്യൂണൽ, അവാർഡ് എന്താണ്, അവാർഡിന്റെ അപ്പീൽ പ്രൊവിഷൻസ് നോക്കണം. പിന്നെ വാട്ട് ഇസ് ആർബിട്രേഷൻ, വാട്ട് ഇസ് കൺസീലിയേഷൻ, പിന്നെ ആക്ടിന്റെ ഒരു കുറച്ച് ഇത് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ടെസ്റ്റ് പേപ്പറിന്റെ പോർഷൻസിൽ വരിക. അപ്പൊ ഒന്ന് ജസ്റ്റ് ഓവറോൾ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി. പിന്നെ